നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വിപണി ഇന്ന് ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി 0.64%, സെൻസെക്സ് 0.52%, നിഫ്റ്റി ബാങ്ക് ഫ്ലാറ്റായ രീതിയിലും നിഫ്റ്റി മിഡ് ക്യാപ്പ് 1.5% നേട്ടത്തിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മികച്ച പ്രകടനം നടത്തിയത് നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി IT കൂടാതെ ഡിഫൻസ് സെക്ടറുകളായിരുന്നു. ഈ സെക്ടറുകൾ തന്നെയാണ് ഈ ആഴ്ചയ്ക്ക് മികച്ച തുടക്കം നൽകിയത്. ഓട്ടോ ഓഹരികളിൽ ഹീറോ മോട്ടോ കോർപ്പ് മികച്ച പ്രകടനമാണ് ഇന്ന് നടത്തിയത്. മെച്ചപ്പെട്ട ജൂലൈ സെയിൽസ് ഡാറ്റ തന്നെയാണ് ഇതിന് കാരണമായത്. ഇനി ഡിഫൻസ് സെക്ടർ ഇന്ന് നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. സമീപകാല ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം ഒരു നല്ല തിരിച്ചുവരവാണ് ഇന്ന് ആ സെക്ടറിൽ കാണാൻ സാധിച്ചത്. ബെല്ല് നല്ല രീതിയിലുള്ള റിക്കവറി നടത്തി. ആഗോള ഡിമാൻഡ് കാരണം മെറ്റൽ ഓഹരികൾ നേട്ടമുണ്ടാക്കി. പ്രത്യേകിച്ച് ടാറ്റ സ്റ്റീൽ 4%, സെയിൽ 5% നേട്ടവും ഉണ്ടാക്കി. IT സെക്ടറുകളിൽ നല്ലൊരു ബൈയിങ്ങും ഇന്ന് കാണാൻ സാധിച്ചു. സ്റ്റോക്കുകളിലേക്ക് വന്നാൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ആദിത്യ ബിർള ക്യാപിറ്റൽ. സ്റ്റോക്ക് ശക്തമായിട്ടുള്ള Q1 ഫലങ്ങൾക്ക് ശേഷം 10% ഉയർന്നു. കൂടാതെ UPL, ഡൽഹി വെറി തുടങ്ങിയ സ്റ്റോക്കുകൾ പോസിറ്റീവ് മാനേജ്മെന്റ് കമന്ററിയെ തുടർന്ന് 7% ഉയർന്നു. ഇതുകൂടാതെ MCX ശക്തമായിട്ടുള്ള Q1 ഫലങ്ങളെ തുടർന്ന് 5% ഉയർന്നു. കൂടാതെ സ്വർണ്ണവിലയിൽ ഉണ്ടായ വർധനവ് മണപ്പുറം ഫിനാൻസ് 7% ഉയരാൻ കാരണമായി. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് വിശേഷങ്ങളായിട്ട് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് ബ്രേക്ക് ഔട്ട് തന്ന സ്റ്റോക്കുകളും കൂടാതെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഫോക്കസിൽ വെക്കേണ്ട കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചുമാണ് പറയുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. വെറും ഒരു മാസത്തേക്ക് 799 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. ഒത്തിരിയേറെ സ്റ്റോക്കുകളാണ് ഇന്ന് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് സ്റ്റാർ സിമെന്റ് നമ്മൾ ഓഗസ്റ്റ് 1-ാം തീയതി പറഞ്ഞതാണ്. സ്റ്റോക്ക് കേവലം 2 ദിവസം കൊണ്ട് 6% റിട്ടേൺ ആണ് നൽകിയത്. കൂടാതെ ടാറ്റ സ്റ്റീൽ നമ്മൾ ഇന്ന് ഇൻട്രാഡേയിൽ നൽകി. നല്ല ഒരു പ്രോഫിറ്റാണ് നമുക്ക് കിട്ടിയത്. കൂടാതെ JSL എന്ന സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നത് ഓഗസ്റ്റ് 1-ാം തീയതിയാണ്. 2 ദിവസം കൊണ്ട് നമുക്ക് ഏകദേശം 3% റിട്ടേൺ ആണ് സ്റ്റോക്കിൽ നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യം നമ്മൾ പറയുന്ന സ്റ്റോക്ക് സുവാരി അഗ്രോ കെമിക്കൽസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. സ്റ്റോക്ക് മികച്ച ഒരു Q1 റിസൾട്ടാണ് പുറത്തുവിട്ടത്. അതിനുശേഷം സ്റ്റോക്കിൽ സമീപ ദിവസങ്ങളിലായിട്ട് നല്ല ഒരു അപ്മൂവാണ് ലഭിച്ചത്. ഡെയിലി ബേസിസിൽ നല്ല ഒരു വോളിയമാണ് സ്റ്റോക്കിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു റൈസിംഗ് ചാനൽ പാറ്റേണിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി ഇന്നത്തെ ഹൈ ആയിട്ടുള്ള 337 മുകളിലായിട്ട് നാളെ രാവിലെ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. 369 ഫസ്റ്റ് ടാർഗറ്റായി വരുന്നത്. സ്റ്റോക്ക് 2024 മുതൽ ഈ ഒരു ചാനൽ പാറ്റേണിനുള്ളിലാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ ഒരു നല്ല ബ്രേക്ക് ഔട്ട് ലഭിച്ചിരിക്കുന്നത്. SL ആവാൻ സാധ്യതയുള്ളത് 325. മറ്റൊരു ചാനൽ പാറ്റേണിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് തന്ന സ്റ്റോക്കാണ് സ്നൈഡർ ഇലക്ട്രിക് ഇൻഫ്ര എന്ന സ്റ്റോക്ക് ഇപ്പോഴത്തെ ഹൈ ആയിട്ടുള്ള 1050 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 1258. സ്റ്റോപ്പ് ലോസ് ആവാൻ സാധ്യതയുള്ളത് 958. മറ്റൊരു ചാനൽ പാറ്റേണിലുള്ള സ്റ്റോക്കാണ് കെയ്ൻസ് ടെക്നോളജീസ്. സ്റ്റോക്ക് ഇപ്പോൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് 6285 മുതൽ 6464 വരെയുള്ള ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള വീക്ക്ലി ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ സ്റ്റോക്ക് നല്ല ഒരു അപ്മൂവ് തരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വരുന്ന ആഴ്ചകളിൽ നമുക്ക് സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യാവുന്നതാണ്, വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ചാനൽ പാറ്റേണിൻ്റെ ലോവർ എൻഡ് എന്ന് പറയുന്നത് 5404 മുതൽ 5495 വരെയുള്ള ആ ഒരു സോണുമാണ്. ഇന്ന് 3 സ്റ്റോക്കുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത്. 3 ചാനൽ പാറ്റേണിലുള്ള സ്റ്റോക്കുകളായിരുന്നു. ഒരിക്കലും ഈ സ്റ്റോക്കുകളിൽ ഒരു എൻട്രി എടുക്കാനോ അത് ബൈ ചെയ്യാനോ സെൽ ചെയ്യാനോ ഒന്നിനുമുള്ള റെക്കമെൻഡേഷൻ അല്ല നമ്മൾ പറയുന്നത്. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇതിവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഈ സ്റ്റോക്കുകളെ കുറിച്ച് കൂടുതലായി പഠിച്ചതിന് ശേഷം മാത്രം സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ്. ഏവർക്കും നന്ദി.